എൻ്റെ പേര് സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് ജോളി ജോയ്. ഞാൻ ഗുജറാത്തിൽ ബറോഡ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ഇന്ന് രാത്രി സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. നല്ല നല്ല പാട്ടുകളും ഞാൻ ഇതിനു മുമ്പ് പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഞാൻ കേട്ടുള്ളൂ. എങ്കിലും ഒത്തിരി ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഈ ഒരു പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയം നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ വലിയൊരു പ്രാസംഗികയൊന്നുമല്ല, വലിയൊരു സ്പീക്കറല്ല, എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും ദൈവം എനിക്ക് തന്ന ഒരു മെസ്സേജുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി സമയം നമ്മളൊക്കെ ഈ ആയിരിക്കുന്ന ഈ ടൈമിൽ ഒത്തിരി അധികം മെസ്സേജസും ഒത്തിരി അധികം ബൈബിൾ പോർഷൻസും പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സമയമല്ലയോ. നമുക്ക് ഇന്ന് വചനത്തിന് ഒരു കുറവുമില്ല, ഒത്തിരി അധികം വചനം കേൾക്കുന്ന ഒരു സമയമാണ്. ഇതൊക്കെ കേട്ട് എത്രത്തോളം നമ്മളതിനെ സ്വീകരിക്കുന്നു എന്നെനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് അല്പസമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പം ബാക്കി കാര്യങ്ങളെല്ലാം മാറുന്ന അല്പസമയം ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അങ്ങനെ പ്രായമൊന്നും ഒരു പ്രോബ്ലം അല്ല. ഒരു കുഞ്ഞിനീറ്റ് വാക്യം പറഞ്ഞാലും ആ വാക്യം വേണമെങ്കിലും നമ്മളെ ടച്ച് ചെയ്യാം. അങ്ങനെയെങ്കിൽ നിങ്ങളിന്ന് പ്രാർത്ഥനയോടിരിക്കുമെങ്കിൽ ദൈവം നമ്മളോട് തീർച്ചയായിട്ടും സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് മലയാളത്തിലെ വാക്യങ്ങളോ മലയാളത്തിൽ പ്രസംഗിച്ച ശീലമൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ 2.5 വർഷമായി ദൈവം എന്നെ മലയാളത്തിൽ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചർച്ച് വിട്ട് പുറത്തൊരു പ്ലാറ്റ്ഫോമിൽ മലയാളത്തിൽ ഞാൻ ഇന്ന് ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് വചനം ഇത്രയും നേരം സംസാരിക്കാൻ വേണ്ടി ഒരു ചാലഞ്ച് പോലെ എടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ എന്നെ അറിയാത്തൊരു ഗ്രൂപ്പിൻ്റെ മുൻപിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളത് ജഡ്ജ് ചെയ്യാനിരിക്കരുത്. ദൈവത്തിന് എന്തുവാ സംസാരിക്കാനുള്ളത് അതിൻ്റെ എസെൻസ് മാത്രം ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജോളി ജോയ്. ഞങ്ങൾ ഗുജറാത്തിൽ ബറോഡയിൽ ഞങ്ങളായിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ ആയിരിക്കുന്നു. എനിക്കൊരു എൽഡർ സിസ്റ്ററുണ്ട്. അവർ ഫാമിലിയായിട്ട് ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് അവരുമായിരിക്കുന്നു. ദൈവം തന്ന ഒരു ചെറിയ ഒരു ഗാന്ധിനഗർ, ഗുജറാത്തിൻ്റെ ക്യാപിറ്റലായ ഗാന്ധിനഗറിൽ ഞാൻ ജോലിയും കൂടെ ചെയ്യുന്നു. ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ദൈവവചനത്തിൽ നിന്നൊക്കെ ഷെയർ ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഇന്ന് സിസ്റ്റർ പാടിയ പാട്ടേ നമുക്ക് പറയാനുള്ളൂ. കൃപയാൽ നിൽക്കുവാൻ ദൈവം നമ്മളെയൊക്കെ സഹായിക്കുന്നു. നമുക്ക് പുകഴുവാനൊന്നുമില്ല, പ്രശംസിക്കുവാനൊന്നുമില്ല. നാം ഒക്കെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോഴും ഞാൻ ഫിസിക്കലി ഒത്തിരി വീക്കായിട്ട് എനിക്ക് തൊണ്ടയിൽ നിന്ന് സൗണ്ട് പോലും വരാത്തൊരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ ഇന്ന് ഇത്രത്തോളം സൗഖ്യത്തോടെ ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം എനിക്ക് ഈ വർഷം ദൈവം തന്ന ഒരു മെസ്സേജുണ്ട്. എന്നെ ഈ വർഷം എവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് ആ ഒരു മെസ്സേജാണ്. കാരണം എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്ന ആ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ആ ഒരു മെസ്സേജാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലും ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്നായിരിക്കുന്നതും എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, എങ്കിലും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഉള്ള ബന്ധത്തിൽ ഒരുമിച്ച് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയ ദൈവസന്നിധിയോട് അടുത്ത് വന്ന് അല്പസമയം ഇരിക്കുമ്പം ഇന്ന് രാത്രി സമയം തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, 400 വർഷം ഒരു ഡാർക്ക് പീരിയഡ് ആയിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നാനത്തെങ്കിൽ സ്വർഗം തുറന്നു. അങ്ങനെയെങ്കിൽ ആ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ദൈവവുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കുവാൻ ദൈവം നമ്മളെയും ഇടയാക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ പാടുന്നത് ഇങ്ങനെയാണ്: ശ്രീയേശു നാമം അതിശയ നാമം, ഇതിലും വലിയ വേറൊരു നാമമില്ലെന്ന് നമ്മളൊക്കെ പാടുമ്പം ആ നാമത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നാമത്തിലുള്ള മഹത്വവും ആ നാമത്തിലുള്ള വിടുതലും ഒക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയപ്പം ദൈവം അവരോട് പറഞ്ഞു, യഹൂദ ആദ്യം പോകട്ടെ, മുൻപേ പോകട്ടെ, അല്ലയോ? യഹൂദ എന്ന് പറഞ്ഞാൽ എന്തോ സ്തുതി.
അപ്പം സ്തുതി എപ്പോഴും എന്തായിരിക്കണം? ഏറ്റവും മുൻപിൽ, ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനുള്ള സ്തുതി ആയിരിക്കണം ഏറ്റവും മുൻപിൽ പോകേണ്ടത്. യെരിഹോ മതിലിനെ അവർ ഫേസ് ചെയ്തപ്പോഴും ഏറ്റവും ആദ്യം പാടുന്ന ഒരു കൂട്ടം, അല്ലെ പുരോഹിതന്മാരുടെ ഒരു കൂട്ടം, ഒരു ഓർഡർ ഉണ്ട് എല്ലാത്തിനും, അല്ലയോ? അങ്ങനെയെങ്കിൽ നാം ഇപ്പം അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഇന്നത്തെ സിറ്റുവേഷനിൽ ചിലപ്പം ഒത്തിരി ബേർഡൻ എടുത്തുകൊണ്ട്, ഒത്തിരി വിഷമത്തിൽ, ഒത്തിരി ഭാരത്തിലൊക്കെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് ഈ മീറ്റിങ്ങിൽ കാണും. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നത്തെ അവസ്ഥ നോക്കി ചിലപ്പോൾ സ്തുതിക്കാനൊന്നും തോന്നിയില്ല എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വലിയ വൻ കൃപകളെയും നല്ല വഴികളെയൊക്കെ ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ നടത്തിയ വഴികളെയൊക്കെ ഓർത്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം തന്ന വചനം നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 18 and 19. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ എഴുതിയ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ വാക്യം എഴുതിയിരിക്കുമ്പോൾ ക്രിസ്തു തന്നെ ദേവാലയത്തിൽ ചെന്ന് ആ വാക്യം വായിച്ച് അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നു, ഈ വചനം ഇന്നിവിടെ നിവർത്തിയായി എന്ന് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളത്, അത് എഴുതിയിരിക്കുന്ന 4-5 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ആ 4-5 കാര്യങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. 2, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ശബ്ദമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തി, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ക്രിസ്തു ചെന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തു ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുന്നതും ബദ്ധന്മാർക്കൊരു വിടുതലാകുന്നതും കുരുടന്മാർക്ക് കാഴ്ചയേകുന്നതും പീഡിതന്മാരെ വിടുവിക്കുന്നതും ഒക്കെ ക്രിസ്തുവിലൂടെ നടന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട് തന്നെ, ദൈവം പറഞ്ഞയച്ചത് കൊണ്ട് തന്നെ ക്രിസ്തുവിന് ഒത്തിരി നേരമൊന്നും ഒരു അത്ഭുതം ചെയ്യുവാൻ ഒത്തിരി നേരമൊന്നും അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട, ഒറ്റ വാക്കിനകത്ത് വിടുതൽ നടക്കുന്നത് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇല്ലയോ? എത്രയോ പ്രാവശ്യം ബൈബിളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിന് മുൻപിൽ മരിച്ചവരെ ജീവിപ്പിക്കുവാനും, അല്ലയോ ഇല്ലാത്തതിനൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ചു വരുത്തുവാനും, ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ വലയെറിയെന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്ത മീൻ കൂട്ടമായിട്ട് ആ സെക്കൻഡിൽ അവിടെ കൂട്ടമായിട്ട് വന്ന് ആ വലയ്ക്കകത്ത് കയറുന്ന അനുഭവങ്ങളൊക്കെ, എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ഒറ്റ സെക്കൻഡിൽ നടക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലൊക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലൊക്കെ ഇങ്ങനെ വാക്യം എഴുതിയിട്ടുണ്ട്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് നമ്മളിലും വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ, പരിശുദ്ധ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് പകരുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേലിൽ ഒന്ന് ഊതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ നിയമപ്രകാരം ദൈവം ക്രിസ്തുവിന് കൊടുത്ത അതേ പരിശുദ്ധ ആത്മാവ്, അതേ ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവിൻ്റെ ഒരു പങ്കാണ് നമ്മളിൽ ഓരോരുത്തരിലും വ്യാപരിക്കുന്നത്. അത് ഈ പ്രസംഗിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിൽ പലരിലും ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ടെങ്കിൽ അതേ ശക്തിയോടുകൂടെ, അതേ ബലത്തോടുകൂടെ, അതേ ശുശ്രൂഷകൾ ചെയ്യുവാനാണ് ദൈവം ആ പരിശുദ്ധാത്മാവിനെ തന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ എന്തെന്ന് മനസ്സിലാക്കി, നമ്മളിൽ പകർത്തിയിരിക്കുന്ന അഭിഷേകം എന്തിനെന്ന് മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വർഷം ദൈവം തന്ന ഒരു മെസ്സേജ് ഇതായിരുന്നു: വെറുതെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിലതൊക്കെ കാണുവാനും, ലോകം കാണാത്ത ചിലതിനെയൊക്കെ ആത്മീക കണ്ണുകളാൽ കാണുവാനും, ചിലതൊക്കെ ഡിക്ലെയർ ചെയ്ത് അത് നേടിയെടുക്കുന്ന ഒരു വർഷം. ഇന്ന് വായിച്ച വാക്യത്തിനകത്തുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രസാദ വർഷമായി ദൈവം ഈ ഒരു വർഷം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ മീറ്റിങ്ങിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ 24/7 നിങ്ങൾ ഈ മീറ്റിങ്ങിന് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. പല പ്രസംഗങ്ങളും പല വാക്യങ്ങളും
വാക്യങ്ങളും നിങ്ങൾ കേൾക്കുന്നു. എത്രയോ അധികം പ്രവചന ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ അധികം ഇടങ്ങളിൽ നിങ്ങൾ തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി സമയം നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പകർച്ച, ആത്മാവിൻ്റെ പകർച്ച, അത് വെറുതെ ഉള്ളൊരു ഒരു കാര്യമായിട്ട് നിങ്ങൾ അതിനെ അങ്ങ് നിസ്സാരമായി കാണരുത്. വെറുതെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ ഒന്നും വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് ചെയ്തെടുക്കാൻ പല കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്യുവാനുണ്ട്. നമ്മളൊക്കെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ വെറുതെ ഒന്നും ബൈ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ പോയി എത്തിച്ചെന്നതല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കകത്ത്, ആ പ്ലാനിനകത്താണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കേണ്ടുന്ന ശുശ്രൂഷകളാണ് നാം വായിച്ച വാക്യങ്ങൾക്കകത്തുള്ളത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ, ക്രിസ്തു ചെയ്ത അതേ കാര്യങ്ങൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങി നിന്ന അഭിഷേകമല്ല, അത് ശിഷ്യന്മാരിൽ മാത്രം ഒതുങ്ങി നിന്ന അഭിഷേകമല്ല, അത് 2000 വർഷം കൊണ്ട് അങ്ങ് തീർന്നുപോയ അഭിഷേകവുമല്ല. അതിന്നും അതിൻ്റെ ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ അതെന്നിലും എന്നെ കേൾക്കുന്ന നിങ്ങളിലും ദൈവം പകർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെറുതെ പകർന്നൊരു അഭിഷേകമല്ല. എന്തിനാ നമ്മളിൽ ദൈവം ആ അഭിഷേകത്തെ പകർന്നിരിക്കുന്നതെന്ന് അറിയാമോ? ആ വാക്യം പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 2, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും. 4-മത്തെ കാര്യം, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. 5, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം വെറുതെ ആണോ നമ്മളെ അഭിഷേകം ചെയ്തത്? അല്ല. ചില കാര്യങ്ങൾ അവിടെ നമ്മളിൽ കൂടെ ചെയ്യുവാനുണ്ട്. എന്തുവാ ചെയ്യേണ്ടത്? അവിടെ എഴുതിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളിൽ ഈ അഭിഷേകത്തെ നൽകിയിരിക്കുന്നത്, ഈ ആത്മപകർച്ച ദൈവം തന്നിരിക്കുന്നത്. പ്രസംഗിക്കുക എന്ന് മലയാളത്തിൽ പറയുമ്പോഴും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഹിന്ദി ട്രാൻസ്ലേഷനിലും ഒക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യണം, നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വായും കൊണ്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്താ പറയേണ്ടത്? അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലുണ്ട്, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്തുവാ ഈ പ്രസാദ വർഷം? അതറിഞ്ഞാലല്ലേ അത് പ്രസംഗിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. എന്തുവാ ഈ പ്രസാദ വർഷം? അതിനെ പറയുന്നത് ഇങ്ങനെ, അക്സെപ്റ്റബിൾ ഇയർ, അല്ലെങ്കിൽ ഇയർ ഓഫ് ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഫേവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം. അതാണ് പ്രസാദ വർഷം. അതെന്തുവാണെന്ന് ലേവ്യ പുസ്തകത്തിനകത്ത് ഒത്തിരി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിലോട്ട് വരുമ്പം അതിൻ്റെ 25-ാമത്തെ അധ്യായത്തിൽ ഈ പ്രസാദ വർഷത്തിൽ ജനം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോവൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തരും താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. അപ്പം നോക്കിയേ, അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട്. 1, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. 2, ദൈവം തൻ്റെ ജനത്തിനൊരു കണക്ക് കൊടുത്ത് ഇത്രയും വർഷം കഴിയുമ്പോൾ 50-ാമത്തെ വർഷമാകുമ്പം അത് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. എന്നാൽ ആ വർഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തോ അവിടെ ചെയ്യേണ്ടത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. എന്ന് വെച്ചാൽ പ്രൊക്ലെയിം ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഈ പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അവരിങ്ങനെ പ്രൊക്ലെയിം ചെയ്ത് ഇങ്ങനെ ഓടി നടന്ന് ആ ദേശം മുഴുവൻ കേൾക്കുന്ന പോലെ അവർ പ്രൊക്ലെയിം ചെയ്ത് ഇങ്ങനെ പ്രസിദ്ധമാക്കിക്കൊണ്ട് അവർ നടക്കുമായിരുന്നു. അതേ കാര്യം അവിടെ എഴുതിയിട്ടുള്ളത്. 50-ാമത്തെ വർഷമാകുമ്പം ആ ഏരിയ മുഴുവനും കേൾക്കുന്നത് പോലെ, ജനം മുഴുവനും ഒരു കുഞ്ഞു പോലും വിട്ടുപോകാതെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത് പോലെ, ആ ഓരോ സ്ഥലത്തും ആ ശബ്ദം എത്തുന്നത് പോലെ നിങ്ങളൊരു കാര്യം ഡിക്ലെയർ ചെയ്യണം. എന്തുവാ ഡിക്ലെയർ ചെയ്യേണ്ടത്? അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. ഒരു ഫ്രീഡം നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യണം. ഈ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പം ഈ 50-ാമത്തെ വർഷത്തിൽ നടക്കുന്ന ഒരു കാര്യം അത് കഴിഞ്ഞുള്ള വാക്യങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഈ വർഷം വിതയ്ക്കത്തില്ല.
നിങ്ങളൊന്നും വിതയ്ക്കരുത്, നിങ്ങളൊന്നും കൊയ്യരുത്, എന്നാൽ ഭൂമി അതിൻ്റെ ഇൻക്രീസ്, അതിൻ്റെ വിളവ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എടുത്ത് അതിൽ നിന്ന് നിങ്ങൾ തൃപ്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രസാദ വർഷത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, ജനം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അവരെ തന്നെ ശുദ്ധീകരിക്കണം. 2, അവർ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യണം. അവരുടെ വായും കൊണ്ട് തന്നെ അവർ ഡിക്ലെയർ ചെയ്ത് ആ ശബ്ദം ജനം മുഴുവനും കേൾക്കത്തക്ക രീതിയിൽ, അവരായിരിക്കുന്ന ഇടം മുഴുവനും മുഴങ്ങത്തക്ക രീതിയിൽ അവർ ഡിക്ലെയർ ചെയ്ത്. എന്തോ അവർ ഡിക്ലെയർ ചെയ്ത് ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം അവരെ പ്രസിദ്ധമാക്കി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ കേട്ടത്. ആ വർഷം അവർക്കൊന്നും വിതയ്ക്കേണ്ടി വന്നില്ല, അവർക്കൊന്നും കൊയ്യേണ്ടി വന്നില്ല, എന്നാൽ അവരുടെ വീട്ടിൽ ഒന്നിനും കുറവില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർക്കൊന്നിനും ഒരു നന്മയ്ക്കും കുറവ് വന്നില്ല. ഭൂമി അതിൻ്റെ വിളവ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, എർത്ത് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒന്നും കുറഞ്ഞു പോകാതെ ഭൂമി അതിന് ഇൻക്രീസ് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. നോക്കി, അവരൊന്നും കഷ്ടപ്പെട്ട് നേടിയെടുത്തില്ല, ദൈവം ചിലത് അവരുടെ കരങ്ങളിൽ കൊണ്ടു കൊടുത്ത ഒരു വർഷം. ആ വർഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലണം. എന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറേഷൻ, നഷ്ടമായത് ചിലതൊക്കെ അവർക്ക് മടക്കി കൊടുക്കുന്ന ഒരു വർഷമാക്കി ദൈവം 50-ാമത്തെ വർഷത്തെ തീർത്തു. ഇതൊക്കെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അത്രയും വർഷം ജനം ഒന്നും വിതയ്ക്കാതെ എങ്ങനെ അവർ കഴിക്കും? ഒന്നും കൊയ്യാതെ അവർക്ക് എവിടെ നിന്ന് ആഹാരം കിട്ടും? എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആ വർഷം അവരൊന്നും നട്ടില്ല, ഇല്ലയോ, അവരൊന്നും വിതച്ചില്ല, അവരൊന്നും കൊയ്തില്ല, എങ്കിലും അവർക്ക് വേണ്ടുന്നത് ദൈവം അവർക്ക് കൊടുത്തു. ഇതാണ് പ്രസാദ വർഷം. അങ്ങനെയെങ്കിൽ ഈ പ്രസാദ വർഷത്തിൽ ഈ അത്ഭുതങ്ങൾ എവിടെ നിന്ന് നടന്നു? അതിൻ്റെ ഒരു സീക്രറ്റാണ് ആദ്യം തന്നെ എഴുതിയത്. 50-ാമത്തെ വർഷം ചെയ്യേണ്ടുന്ന കാര്യം എന്തുവാ? നിങ്ങൾ ചിലത് ഡിക്ലെയർ ചെയ്യണം, നിങ്ങൾ ചിലത് പ്രസിദ്ധമാക്കണം, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ചിലതൊക്കെ കൽപ്പിക്കണം. അപ്പം ഇവർ ഒന്നും വിതയ്ക്കാതും കൊയ്യാതും ഇവർക്ക് ഇൻക്രീസ് കിട്ടിയത് എവിടെ നിന്നാ? ഇവർ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അത് അവരൊന്ന് ഡിക്ലെയർ ചെയ്തപ്പം അവരുടെ ശബ്ദം ചെന്നെത്തിയ ഇടങ്ങളിലൊക്കെ ആ ശബ്ദത്തിനകത്ത് ഒരു ജീവൻ വ്യാപരിച്ചു. അവർ പറഞ്ഞത് അതുപോലെ നടന്നു. അതാണ് പ്രസാദ വർഷം. അങ്ങനെയെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്തുവാണെന്ന് ഓർമ്മയുണ്ട്? അവിടെ ഇങ്ങനെ നമ്മൾ വായിച്ചത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അപ്പോൾ ഒരു ദരിദ്രനെ കാണുമ്പോൾ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അവനോട് ചെന്ന് അവന് വേണ്ടുന്ന ഒരു ഹെൽപ്പ് കൊടുക്കുവാൻ മാത്രമല്ല, അവരോട് സുവിശേഷം അറിയിക്കുവാൻ, അല്ലയോ, ഒരു കാര്യം അവരെ നോക്കി ഡിക്ലെയർ ചെയ്യുവാൻ, പ്രൊക്ലെയിം ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ അവിടെ പറഞ്ഞേക്കുന്നത്, അല്ലയോ. അതുകൊണ്ട് അടുത്ത വാക്യം, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്ന് വെച്ചാൽ നമ്മുടെ വായും കൊണ്ട് തന്നെ ചിലതൊക്കെ പറയുവാൻ, ചിലതൊക്കെ പ്രൊക്ലെയിം ചെയ്യുവാൻ, ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുക. അതാണ് ദൈവത്തിൻ്റെ പ്രസാദ വർഷം. അതുകൊണ്ട് ആ പത്രോസും യോഹന്നാനും ഒക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ, എന്നാൽ അവരുടെ മേളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവരാലയത്തിലോട്ട് പോയപ്പം അവർ മുടന്തനായ ഒരു വ്യക്തിയെ കണ്ടപ്പം അവരവിടെ നിന്ന് തലയെ കൈവച്ചു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടല്ല സൗഖ്യം വന്നേ. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വ്യാപരിച്ച വ്യക്തി ആ മുടന്തനായ വ്യക്തിയെ നോക്കി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വെള്ളിയും പൊന്നും ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ ഒറ്റ വാക്കിൽ ആ വ്യക്തി എഴുന്നേറ്റ് നടന്നു. ഇതാണ് സുവിശേഷം. എന്താ സുവിശേഷം? ആ വ്യക്തിക്ക് അവിടെ വേണ്ടുന്നത് ഒരു സൗഖ്യം, ഒരു രോഗസൗഖ്യമാണ്, അല്ലെ? ആ രോഗസൗഖ്യം വന്നത് എവിടെ നിന്നാ? ഒരു സുവിശേഷത്തിൽ നിന്ന്. എന്തുവാ സുവിശേഷം? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതാണ് സുവിശേഷം. ആ സുവിശേഷം പറഞ്ഞിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്ക. സുവിശേഷം മാത്രമല്ല പ്രസംഗിച്ചത്, ആ സുവിശേഷത്തിൻ്റെ കൂടെ വരുന്ന സൗഖ്യവും ആ മനുഷ്യൻ അനുഭവിക്കത്തക്ക രീതിയിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരുടെ ഒക്കെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പം അവരെല്ലായിടത്തും ക്രിസ്തുവിനെ ഉയർത്തി. അത് മാത്രമല്ല, കേൾക്കുന്ന ജനത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന വിടുതലും അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിലും യോഹന്നാന്റെ സുവിശേഷമൊക്കെ നമ്മളെ അറിയിക്കുന്നത് അന്ന് ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തി, ശിഷ്യന്മാരിൽ വ്യാപരിച്ച അതേ ആത്മാവിൻ്റെ പകർച്ച അത് നമ്മളിലുമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫ്രഷ്നെസ്സും അതിൻ്റെ ശക്തിയും ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും അതേ ബലത്തോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നു എങ്കിൽ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ വേദന കാണുമ്പം സാരമില്ല എന്ന് പറഞ്ഞ് വരുവാനല്ല, സഹിക്കാൻ ദൈവം ബലം തരട്ടെ എന്ന് മാത്രം പറയുവാനല്ല, ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാനും അവിടെ ഒരു സുവിശേഷം അറിയിപ്പാനും, അത് മാത്രമല്ല അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് വേണ്ടുന്ന സൗഖ്യത്തിന് വേണ്ടിയിട്ടും ചിലതൊക്കെ കൽപ്പിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന വീടിനകത്തും, നമ്മളായിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും വേറൊരാളെ ഒന്നും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരാത്മാവിൻ്റെ പകർച്ചയുണ്ട്. ദൈവം വെറുതെ ഒരു പാത്രത്തിലും തൻ്റെ ആത്മാവിനെ പകർന്നിട്ടില്ല. ഒരു പ്രത്യേക പ്ലാനിനും ഒരു പർപ്പസോടും കൂടാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തതെങ്കിൽ നാം ആയിരിക്കുന്ന സിറ്റുവേഷനെ നോക്കി, നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിലും മറ്റുള്ളവരായിരിക്കുന്ന സിറ്റുവേഷനെയും നോക്കി അവർക്ക് വേണ്ടുന്നത് പ്രസംഗിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അത് വെറും ഒരു പ്രസംഗമാകത്തില്ല, അതൊരു പ്രസാദ വർഷമായി, എന്ന് വെച്ചാൽ നാം പറയുന്നത് അതുപോലെ നടക്കുന്ന ഒരു സമയമായി ദൈവം അതിനെ തീർക്കും. ഈ വർഷം മുഴുവനും ദൈവം തന്ന മെസ്സേജ് ഇതാണ്, ഇതൊരു പ്രസാദ വർഷം. നാം ചിലത് ഡിക്ലെയർ ചെയ്യുന്നത് ദൈവം അപ്രകാരം നമുക്കത് നടത്തി തരും. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മുൻപിൽ ഏത് അവസ്ഥയിലായിരിക്കുന്നോ അവരുടെ അവസ്ഥകളെ നോക്കി ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈഡൻസ് അനുസരിച്ച് അവരോട് സുവിശേഷം അറിയിക്കുക എന്ന് മാത്രമല്ല, അവരുടെ അവസ്ഥയിൽ അവർക്ക് വേണ്ടുന്ന വിടുതൽ നാം ഒന്ന് ഡിക്ലെയർ ചെയ്ത് തുടങ്ങണം. ആ ഡിക്ലെയർ ചെയ്യുന്ന മൊമെന്റിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ കണ്ടു തുടങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ ഒന്നും ചെന്ന് പറയാൻ അല്ല ഞാൻ പറയുന്നത്, വെറുതെ ഒന്നും പോയി പറഞ്ഞു ഒന്നും നടക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ദൈവാത്മാവ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ, ദൈവം തരുന്ന ദർശനം അനുസരിച്ച് ചിലതൊക്കെ കണ്ട് പറയുവാൻ ദൈവം നമ്മളെ ഇടയാക്കണം. അങ്ങനെയെങ്കിൽ നോക്കിയ പത്രോസിനെ പോലെ പൗലോസിനെ പോലൊക്കെ അവർ ചെല്ലുന്ന ഇടങ്ങളിൽ ജനത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവരവിടെ ഒരു വിടുതൽ കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളിൽ കൂടെ നടക്കേണ്ടുന്ന വിടുതൽ അത് നമ്മളിൽ കൂടെ നടക്കണം. അതിന് നടക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മുടെ വായും കൊണ്ട് നമ്മളൊന്ന് പറയണം, നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യണം. നമ്മുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന നെഗറ്റീവ്സ് ഒക്കെ ഈ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്ത്, ഒരു അസ്വസ്ഥത വരുമ്പം മാനുഷികമായിട്ടൊക്കെ നമ്മൾ ക്ഷീണിച്ചു പോകും, മാനുഷികമായിട്ടൊക്കെ പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ അതിലൊന്ന് ക്ഷീണിച്ചിരിക്കുവാനല്ല, പെട്ടുപോകുവാനല്ല, അതിനകത്തൊന്ന് കുടഞ്ഞെഴുന്നേൽക്കുവാനും ഇതിൽ വീണു പോകുവാനല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഒരു ചെങ്കടലിന് മുൻപിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ കൈ വിട്ടങ്ങ് പോകുന്ന ദൈവമൊന്നുമല്ല. ആ ചെങ്കടലിനെ നോക്കി ഒന്ന് കൽപ്പിച്ചാൽ, ഒന്ന് കൈ നീട്ടിയാൽ ഇന്നും ആ ചെങ്കടലിനെ നമുക്ക് വേണ്ടി രണ്ടാക്കി അതിൻ്റെ നടുവിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുവാൻ ശക്തനായ ഒരു ദൈവത്തിന് മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നോക്കിയേ, യോശുവ നമ്മളെ പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മോശയോട് പറഞ്ഞതിനെക്കാട്ടിൽ എത്രയോ അധികം ദൈവം യോശുവയെ നോക്കി പറഞ്ഞു, ജോഷുവ ഡു നോട്ട് ഫിയർ, നീ ഭയപ്പെടരുത്. പിന്നെയും 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 യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടരുത്. എന്തുകൊണ്ടാണ്? യോശുവ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒക്കെ യോശുവയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. മോശ വെച്ച ഒരു ലെവലുണ്ട്, ശുശ്രൂഷിച്ച് നിന്ന ഒരു ലെവലുണ്ട്. അവിടെ ഒന്നും എനിക്ക് എത്താൻ ഒക്കത്തില്ല, ഞാൻ എങ്ങനെ ഈ ജനത്തെ നയിക്കുമെന്നുള്ളൊരു ബേർഡനും കൊണ്ട് നടക്കുന്ന ഒരു യോശുവയെ നമുക്ക് കാണാം. സാധാരണ ഒരു മനുഷ്യൻ, നമ്മളെ പോലെ. എന്നാൽ ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ ഭയപ്പെടരുത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്റെ കൂടെയുമുണ്ട്. ആ വാക്കിൽ വിശ്വസിച്ച യോശുവ, ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരു ദിവസം സൂര്യനോട് കൽപ്പിച്ചു, ചന്ദ്രനോട് കൽപ്പിച്ചു. യോശുവ പറഞ്ഞ വാക്ക് കേട്ട് സൂര്യനും ചന്ദ്രനും അതിൻ്റെ സൈക്കിള് വിട്ട് ഒരു സമയം തെറ്റി അത് നിന്നെങ്കിൽ നമ്മളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാ അല്ലയോ യോശുവയും. എന്നാൽ യോശുവയുടെ വാക്കിൻ്റെ മുൻപിൽ ചിലതൊക്കെ നടന്നെങ്കിൽ നമ്മളും സാധാരണ വ്യക്തികളെങ്കിലും നമ്മളിൽ വ്യാപരിക്കുന്ന അസാധാരണമായ ഒരാത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തിയിൽ നാം ചിലതൊക്കെ പറയുമ്പം അത് അപ്രകാരം നടത്തി തരുന്ന ഒരു സ്വർഗത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്നുമായിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തുറന്നൊരു സ്വർഗത്തിൻ്റെ കീഴിലാണ് ഇന്നും നമ്മളായിരിക്കുന്നത്. നമുക്ക് അപ്പ എന്ന് പറഞ്ഞു വിളിച്ച് ഓടിച്ചെല്ലുവാൻ ഇന്നും നമുക്ക് ആശ്വസിക്കാൻ
ആശ്വസിക്കുവാൻ ഒരു സങ്കേതമുണ്ട്. നമ്മളിങ്ങനെ പാടും, എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, അതിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല. അല്ലയോ? ഏത് സെക്കൻഡും അപ്പ എന്ന് വിളിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവത്തിന് മുൻപിൽ. അങ്ങനെയെങ്കിൽ ആ നാമത്തെ വിളിച്ചുകൊണ്ട് നാം ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ തരുന്ന ഒരു ദൈവത്തിന് മുൻപിൽ നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് യഹോവയ്ക്ക് ഒരു പ്രസാദ വർഷം, ഒരു അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ സാധാരണ ഒരു വർഷമല്ല, ചിലതൊക്കെ പറഞ്ഞ് നേടിയെടുക്കുന്ന ഒരു വർഷമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എങ്ങനെയാ നേടിയെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. വെറുതെ എന്നും വിളിച്ചു പറയുവാനല്ല, ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ദൈവം കാണിച്ചു തരുന്നതൊക്കെയും പ്രാർത്ഥനയിൽ ദൈവം നമ്മൾ മുട്ടുമടക്കത്തെ ഇടത്ത് ദൈവം നമ്മളെ ചിലതൊക്കെ കാണിച്ചു തരും. ആ ദർശനങ്ങളെ കണ്ട് അത് നമ്മുടെ വായും കൊണ്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു വർഷമാകട്ടെ. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഇത് ദൈവം ഒരു ദർശനം നമുക്ക് തന്നിട്ടുണ്ട് ണ്ടെങ്കിൽ ആ തന്ന മൊമെന്റിൽ ദൈവം ഒരു ടൈം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ സമയത്ത് നടന്നിരിക്കും. നമ്മളോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ഓരോ പ്രവചന ശബ്ദങ്ങളും നമ്മളെ കേൾപ്പിച്ച ഓരോ ദൂതുകളും അത് ദൈവം കൽപ്പിച്ച സമയത്ത് നടക്കും. എന്നാൽ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്ന ആലോചനകളെ ഉള്ളിൽ ഒതുക്കി വെക്കുവാൻ മാത്രമല്ല, ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിനകത്ത് അബ്രഹാമിനെ ദൈവം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, അബ്രഹാമേ നീ കണ്ണുയർത്തി നോക്ക്. എന്നിട്ട് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും 4 ഡയറക്ഷനിലും നീ നോക്ക്, നീ കാണുന്ന ഇടമൊക്കെയും ഞാൻ നിനക്ക് തരും. ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ അബ്രഹാം കണ്ടതൊക്കെയും അവൻ പറഞ്ഞതൊക്കെയും ദൈവം പ്രോമിസ് ചെയ്തതൊക്കെയും ദൈവം അബ്രഹാമിന് കൊടുത്തു. വേറൊരു ഇടത്ത് ഇരമ്യാവിനെ കുറിച്ച് ഇങ്ങനെ കാണുക. ഇരമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇരമ്യാവിന് ഒരു ദർശനം കൊടുക്കുന്നു. ദർശനം കൊടുത്തിട്ട് ദൈവം ഇരമ്യാവിനോട് ചോദിക്കുന്നു, ഇരമ്യാവെ നീ എന്ത് കണ്ടു? ഇരമ്യാവ് കണ്ട ദർശനം ദൈവത്തോട് പറയുമ്പം ദൈവം പറയുന്ന ഇങ്ങനെയുണ്ട്, നീ കണ്ടത് ശരിയാ, ഞാൻ എൻ്റെ വചനം അയച്ച് അത് സ്പീഡപ്പ് ചെയ്തത് നീ പറഞ്ഞതുപോലെ തന്നെ എത്രയും സ്പീഡപ്പ് ചെയ്ത് ഞാൻ ആ കാര്യം നടത്തും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ചിലത് കാണിക്കുന്നത് വെറുതെ അല്ല. അത് നാം ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പം അതിനെ സ്വർഗം ഒന്ന് ടിക്ക് മാർക്ക് ഇടും. സ്വർഗം പറയും, ഓക്കെ, ദർശനം ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് അത് വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചു, അത് ഡിക്ലെയർ ചെയ്തു, ഇതിന് ഞാൻ ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് ഇത് സ്പീഡപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ ദർശനം അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പം തന്നെ നമ്മളെ ഏൽപ്പിച്ച ദർശനങ്ങളും നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേട്ട് മറന്നു പോകുവാനല്ല, ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവ് കൊണ്ട് പറയുവാൻ ദൈവം ഇടയാക്കട്ടെ. പറയുന്നതൊക്കെ അപ്രകാരം തന്നെ ദൈവം അത് ചെയ്തു തരും. വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന ഒരു വചനം അത് അതിൻ്റെ പണി അത് പൂർത്തീകരിക്കാതെ അത് മടങ്ങിപ്പോകത്തില്ല. അത് എംപ്റ്റി ആയിട്ട് മടങ്ങത്തില്ല. അത് ദൈവം എന്തിനത് കൽപ്പിച്ചോ അത് അതിൻ്റെ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് അത് മടങ്ങത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മളെ നോക്കിയും ദൈവം ഇന്ന് രാത്രി സമയം ഇതേ പറയുന്നുള്ളൂ, ഇതൊരു പ്രസാദ വർഷം. നമ്മളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളും നാം കണ്ടിട്ടുള്ള ദർശനങ്ങളും ദൈവം നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള ആലോചനകളും ഒക്കെ ഡിക്ലെയർ ചെയ്ത് അത് നേടിയെടുക്കുന്ന ഒരു വർഷമായി ഈ വർഷം തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ അഭിഷേകത്തെ ജനത്തിന് മേലയക്കും. അല്ലയോ? അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദർശനങ്ങളെ കാണും, നിങ്ങൾ സ്വപ്നങ്ങളെ കാണും. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചേക്കുന്ന വാക്യങ്ങളല്ല, ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് നമ്മൾ ഡിക്ലെയർ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ആ വാക്യങ്ങളെ കോട്ട് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് തുടങ്ങണം. ദൈവം അങ്ങ് എനിക്ക് തന്ന പ്രോമിസ്, ഈ പ്രോമിസിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്നത് കാണുവാൻ സ്വർഗം സഹായിക്കണം. നാം പറയുന്നത് അപ്രകാരം സ്വർഗം നമുക്ക് വേണ്ടി നടത്തി തരും. ഞാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ സഭയിലൊക്കെ അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും വിശ്വാസത്തോടുകൂടെ ജനം ഡിക്ലെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്നത് കാണുവാൻ, അസാധ്യമായിട്ടുള്ളതൊക്കെയും നടക്കുന്നത് കാണുവാനൊക്കെ ദൈവം ഇടയാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് 100% ഞാൻ വിശ്വസിച്ച് പറയട്ടെ, ഇത് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള വചനങ്ങളും നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും വിശ്വാസത്തോടുകൂടെ ഒന്ന് ഡിക്ലെയർ ചെയ്ത് നമ്മുടെ വായും കൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒന്ന് പ്രൊക്ലെയിം ചെയ്ത് ആ സൗണ്ട് പുറപ്പെടുന്ന ഇടത്തൊക്കെയും അതിൻ്റെ വിടുതൽ നമ്മൾ കാണും.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് തന്നെ 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യും എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കി ഈ സ്ക്രീനിൽ എനിക്ക് നിങ്ങളെല്ലാവരും കാണത്തില്ല എങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഈ സൗണ്ട് എത്തുന്ന ഇടങ്ങളിലൊക്കെ വിശ്വാസത്തോടുകൂടെ ഞാൻ പറയട്ടെ, യഹോവ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് കാണുന്നില്ലായിരിക്കാം, ചിലപ്പം ഇന്നും സിറ്റുവേഷനൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം, എങ്കിലും വചനം പറയുന്നു യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇനിയും ചെയ്യാമെന്നുള്ളൊരു ഫ്യൂച്ചർ ടെൻസ് അല്ല, ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ വേണ്ടുന്ന സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാത്രി സമയം വിശ്വാസത്തോടുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, യഹോവ വൻ കാര്യങ്ങളെ നിങ്ങളുടെ വീടിനകത്ത് ചെയ്തിരിക്കുന്നു. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. യഹോവയുടെ മഹത്വം കാണുവാൻ ഈ വർഷം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്, എന്നെക്കുറിച്ച് ഒത്തിരി പ്രവചനങ്ങൾ, ഒരു പ്രവചനം പല ദൈവദാസന്മാരിൽ കൂടും, പല ദൈവദാസിമാരിൽ കൂടും ഒക്കെ ഞാൻ കേട്ട ഒരു പ്രവചനം, എൻ്റെ കുഞ്ഞിൽ തൊട്ട് ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന ഒരു പ്രവചന ശബ്ദമുണ്ട്. എന്നാൽ ഈ ദൈവദാസന്മാരും പുറത്തു നിന്നുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെ പറയുന്നതിന് മുൻപ് എൻ്റെ മമ്മി വലിയൊരു പ്രവാചകയൊന്നും അല്ലെങ്കിലും കുഞ്ഞു തൊട്ട് എന്നെ കാണുമ്പോൾ എൻ്റെ മമ്മി അതേ ശബ്ദം എന്നെ നോക്കി പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ വെറും ഒരു കുഞ്ഞല്ല. എന്നെ നോക്കി ആ പ്രവചന ശബ്ദം മമ്മി പലപ്പോഴും എന്നെ നോക്കി പറഞ്ഞ് എന്നെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ആ പ്രവചന ശബ്ദത്തിൻ്റെ ഒക്കെ നിവർത്തി കാണുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ മീനിങ് എന്തുവാണെന്നറിയാമോ? വലിയ പ്രവാചകന്മാരോ വലിയ പ്രവചന ശബ്ദമോ ഒന്നുമല്ല, നാം വിശ്വാസത്തോടെ നമ്മുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ദൈവം നമ്മുടെ നാവിൽ തരുന്നത് വിശ്വാസത്തോടുകൂടും ധൈര്യത്തോടും കൂടെ നമ്മളൊന്ന് പറഞ്ഞാൽ അത് അപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അതൊരു പ്രവചന ശബ്ദമായി ദൈവം മാറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ വേറൊരു വ്യക്തി വന്ന് ദൈവം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്നൊന്നും ഓർത്തിരിക്കരുത്. നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി അത് വെറും ഒരു ശക്തിയല്ല. നിങ്ങളെ തന്നെ ഒന്ന് തൊട്ട് പറ, ഞാനൊരു അത്ഭുതമായിരിക്കും. ഒരു അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മളെ ഒരു അത്ഭുതമാക്കി ദൈവം നിർത്തിയിരിക്കുക. ഇനി ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമല്ല. നമ്മളൊരു അത്ഭുതമാണ്. നമ്മളായിരിക്കുന്ന കുടുംബത്തിനകത്ത് നമ്മളൊരു അനുഗ്രഹമാണ്. നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത് നമ്മളൊരു അനുഗ്രഹമാണ്. ചിലതൊക്കെ നമ്മളെ നോക്കി നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യുവാൻ, വിശ്വാസത്തോടുകൂടെ പ്രൊക്ലെയിം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവചന ശബ്ദം പോലെ നിങ്ങളുടെ മുൻപിൽ ആ വചനത്തെ ഞാൻ റിലീസ് ചെയ്യട്ടെ. അവിടെ വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവത്തിൽ നിന്ന് വന്ന ഒരു സൈന്യം ജനത്തിന് നന്മ മുഴുവനും നഷ്ടമാക്കി, ഒന്നും ബാക്കിയില്ലാതെ, ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട്, ഒരു സ്വസ്ഥതയില്ലാതെ സകലതും നഷ്ടമായ ഒരു ജനം. ആ ജനത്തെ നോക്കി ദൈവം പറയുക, നഷ്ടമായ സംവത്സരങ്ങൾക്ക് ഞാൻ തന്നെ നിങ്ങൾക്ക് പകരം തരും. അങ്ങനെയെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പ്രസാദ വർഷം. നമ്മൾ ചിലതൊക്കെ പ്രസംഗിച്ചാൽ, ചിലതൊക്കെ ഡിക്ലെയർ ചെയ്താൽ അത് അപ്രകാരം നടക്കുന്ന വർഷം. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടുകൂടെ പറ, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായത് ഈ വർഷം ദൈവം എനിക്ക് മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. നഷ്ടമായ സംവത്സരങ്ങളെ അവൻ മടക്കി തരുന്ന ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായ ആത്മീക സന്തോഷവും ശരീരത്തിലെ ബലവും വീടിനകത്തെ സന്തോഷവും സമാധാനവും ഒക്കെ മടക്കി തരുന്ന ഒരു വർഷമായി ഈ വർഷം തീരട്ടെ. ദൈവത്തിൻ്റെ പ്രസാദ വർഷം
നിങ്ങൾ ചില ഇടങ്ങളിൽ മടങ്ങിച്ചെല്ലും. ഒരു റിസ്റ്റോറേഷൻ, ഒരു പുനഃസ്ഥാപനം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിയും ഒരു പ്രവചന ശബ്ദം പോലെ ഞാൻ റിലീസ് ചെയ്ത് പറയട്ടെ, വെറുതെ അല്ല ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ വന്നത്. എന്നെ വിളിച്ച സിസ്റ്റർക്ക് എന്നെ അറിയത്ത് പോലുമില്ല, ഞങ്ങൾ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എങ്കിലും ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിങ്ങിൽ ഇവിടെ വന്ന ഈ ഒരു വചനം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ വചനത്തിനകത്ത് ഒരു ജീവനുണ്ട്. ഈ സൗണ്ട് കേൾക്കുന്ന ഇടങ്ങളിൽ അതിൻ്റെ ഇഫക്റ്റും അതിൻ്റെ ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ നമ്മുടെ നേക്കഡായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ആത്മീക അന്തരീക്ഷങ്ങളിലൊക്കെ ദൈവപ്രവർത്തി, അതിൻ്റെ മൂവ്മെന്റ് ദൈവം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നഷ്ടമായ സംവത്സരങ്ങൾക്ക് യഹോവ തന്നെ നമ്മൾക്ക് പകരം തരും. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രസാദ വർഷം. നമ്മളൊന്നും വിതച്ചില്ല എങ്കിലും നമ്മളൊന്നും കൊയ്തില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടിയ നന്മ കഴിഞ്ഞ കാലങ്ങളെക്കാട്ടി ഉപരിയായി ഭൂമി അതിൻ്റെ വിളവ് പുറപ്പെടുവിച്ച് ജനത്തിന് വേണ്ടുന്നത് കൊടുത്തു എങ്കിൽ നമുക്ക് നഷ്ടമായതും തിരിച്ചു തരുവാൻ യഹോവയ്ക്ക് കഴിയും. അവൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ദൈവം നടത്തുവാൻ ഇന്നും ശക്തൻ. അങ്ങനെയെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആ അസ്ഥി കൂമ്പാരത്തെ നോക്കി പറ, ഇത് ഞാൻ പ്രസംഗിച്ചാലും ഇതിനെ നോക്കി ഞാൻ പ്രവചിച്ചാലും ഇതിനകത്തൊരു ജീവൻ വ്യാപരിക്കും, ഇതിനകത്തൊരു സൈന്യം എഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥകളെ നോക്കി ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യട്ടെ. നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത് അസാധാരണമായ അമാനുഷികമായ ഒരു ശക്തിയാണ്. അത് വെറുതെ അല്ല പകർന്നിരിക്കുന്നത്, ചിലതൊക്കെ നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാനാ. അങ്ങനെയെങ്കിൽ ആ ശക്തിയുടെ വ്യാപാരത്തെ ഒതുക്കി വെക്കാതെ ദൈവം തരുന്ന ദർശനങ്ങളും ദൈവം തരുന്ന സ്വപ്നങ്ങളും ദൈവം തരുന്ന പ്രവചന ശബ്ദങ്ങളെയും സ്വീകരിച്ച് അതിൽ 100% വിശ്വസിച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ ചിലതൊക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ ചിലതൊക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ ജോലിയെ നോക്കി നിങ്ങൾ ചിലതൊക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്ത്, വിശ്വാസത്തോടുകൂടി ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്നത് യോശുവ പറഞ്ഞ് ഒരു സൂര്യനും ചന്ദ്രനും ഒരു ദിവസം അവിടെ നിന്നെങ്കിൽ നമ്മൾ പറഞ്ഞാലും ചിലതൊക്കെ നടക്കും. ഒരു ബലഹീനമായ മോശയുടെ കരത്തിന്റെ മുൻപിൽ ഒരു സമുദ്രം തന്നെ രണ്ടായെങ്കിൽ നമ്മുടെ കഴിവും കൊണ്ടല്ല, ക്രിസ്തുവിന്റെ നാമത്തിൽ നാം പറയുന്നത് പലതും ദൈവം അത് നടത്തി തരും. അതെങ്ങനെയാ നടക്കുന്നതെന്ന് അറിയാമോ? 103-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഇങ്ങനെ പറയുന്നു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ദൂത സൈന്യം നമുക്ക് ചുറ്റിനുമുണ്ട്. നാം പലതും പറയുമ്പം, നമ്മൾ പലതും ഡിക്ലെയർ ചെയ്യുമ്പം, യഹോവ അതിനൊരു ഗ്രീൻ സിഗ്നൽ അയക്കുമ്പം, ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ വചനം അയച്ച് അത് സ്പീഡപ്പ് ചെയ്യും എന്ന് ദൈവം പറഞ്ഞപ്പം ദൂതന്മാരെ വിട്ട ഉടനെ അത് അപ്രകാരം നടത്തിയെങ്കിൽ നാം പലതും പറയുമ്പോഴും നമ്മുടെ ശബ്ദം കേൾക്കുന്ന ദൂത സൈന്യം നമുക്ക് ചുറ്റിനുമുണ്ട്. നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ദൂതനെ അയച്ച് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ നമ്മളെ റീപ്രസെന്റ് ചെയ്ത് ദൂതന്മാരെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ നമുക്കൊക്കത്തില്ല, ഒരു വ്യക്തിയെ ചെന്ന് മാറ്റാൻ നമുക്കൊക്കത്തില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന മുറിയിലിരുന്ന് നാം അവരെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചൊന്ന് കൈനീട്ടി പ്രാർത്ഥിച്ച് ദൂതനെ അയച്ച് ദൈവം നമുക്ക് വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ചിലതൊക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്യുവാൻ, നഷ്ടമായതിനൊക്കെ പറഞ്ഞ് നേടിയെടുക്കുന്ന ഒരു വർഷമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വലിയൊരു പ്രസംഗമൊന്നുമല്ല, ദൈവം തന്നൊരു മെസ്സേജ്. ഈ വർഷം ഈ 2-ാമത്തെ മാസമായി, ഈ 2 മാസവും എല്ലാ ആഴ്ചയിലും
പല വാക്യങ്ങളിലൂടെ ദൈവം ഈ ഒറ്റൊരു മെസ്സേജ് എനിക്ക് തന്നത്. ചിലതൊക്കെ ദൈവം കാണിച്ചു തരുന്നത് ഡിക്ലെയർ ചെയ്ത് നേടിയെടുക്കുന്ന ഒരു വർഷം. ഞാനത് എവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ ചെല്ലുന്നിടങ്ങളിൽ ആദ്യം ഷെയർ ചെയ്യുന്ന മെസ്സേജ് ഇതാ. കാരണം ഇതൊരു അനുഗ്രഹമാണ്, നമുക്ക് തന്നൊരു ശുശ്രൂഷ. പലരും ഇത് മനസ്സിലാക്കാതെ ഒതുക്കി വെക്കുമ്പം ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയെ മനസ്സിലാക്കി ചിലതൊക്കെ ഡിക്ലെയർ ചെയ്ത് നേടിയെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആയിരിക്കുന്ന കാരാഗ്രഹം പോലത്തെ അവസ്ഥയ്ക്കകത്ത് ഒരു വ്യക്തി വന്ന് രക്ഷിക്കും എന്നോർത്തിരിക്കരുത്. അങ്ങനെ 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 ചിലയിടങ്ങളിലൊക്കെ ദൈവം അങ്ങനെ പ്രവർത്തിച്ചാലും പലയിടങ്ങളിലും ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തിയെ യൂസ് ചെയ്യുവാനുള്ള സാഹചര്യമായി മനസ്സിലാക്കി ചില ജയില് പോലത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ തന്നെ നോക്കി ചിലതൊക്കെ കമാൻഡ് ചെയ്ത്, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്മൾ പറയുന്നത് അപ്രകാരം നടത്തി തരുന്നൊരു സ്വർഗം. വെറുതെ പറയുന്ന കാര്യമല്ല, ദൈവം തരുന്നത്. അപ്രകാരം നമ്മൾ പറഞ്ഞാൽ അത് അതുപോലെ ദൈവം നടത്തി തരും. അങ്ങനെയെങ്കിൽ നഷ്ടമായ സംവത്സരങ്ങൾക്ക് യഹോവ നിങ്ങൾക്ക് പകരം തരട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ ആ ഒരു വചനം റിലീസ് ചെയ്യുന്നു. നഷ്ടമായ സംവത്സരങ്ങൾക്ക് യഹോവ നിങ്ങൾക്ക് പകരം തരട്ടെ. ഇത് വരുന്ന ദിവസങ്ങളിൽ യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ, അത് ഞാൻ ചിലപ്പോൾ കേട്ടില്ല എങ്കിലും അത് ഈ പലയിടങ്ങളിലും അതിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവം തന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ആര് പ്രസംഗിക്കുന്നു, എങ്ങനെ പ്രസംഗിക്കുന്നു, അതൊക്കെ സെക്കൻഡറി. ആ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമെങ്കിൽ, ദൈവത്തിന്റെ വചനമെങ്കിൽ അതിനകത്തൊരു ജീവനുണ്ട്. അങ്ങനെയെങ്കിൽ 2 മിനിറ്റ് നമ്മുടെ കണ്ണ് നമുക്കൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി സമയവും ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് ഞങ്ങൾ വരുന്നു. ഏത് സമയത്തും ഓടി വന്ന് അപ്പാ എന്ന് വിളിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരത്തിനായി, ആ അവകാശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടായിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ ബലവും ഞങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകളും എല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിൽ ഇന്ന് രാത്രിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ രക്തത്തിന്റെ കവറേജിൽ നിന്നുകൊണ്ട് കർത്താവേ, ഇന്ന് ഈ ജനത്തെ നോക്കി കർത്താവേ, എൻ്റെ ബലഹീനമായ കരം നീട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ബലമുള്ള കരം കർത്താവേ, ഈ സ്ക്രീനിൽ ഞാൻ നീട്ടുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം കേൾക്കുന്ന ഓരോ ജനത്തിന്റെ തലയിൽ കൈവച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്ന വചനപ്രകാരം ഞങ്ങൾ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് യഹോവയുടെ പ്രസാദ വർഷം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേലിലുണ്ട് എങ്കിൽ, ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും, കർത്താവ് പീഡിതർക്കൊരു വിടുതലിനും, കർത്താവ് ബദ്ധന്മാർക്കൊരു വിടുതലിനും, കർത്താവ് രോഗികൾക്കൊരു സൗഖ്യത്തിനും ഒക്കെ ഇത് കാരണമായി തീരട്ടെ. കർത്താവ്, ഇതൊരു പ്രസാദ വർഷമാകട്ടെ എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ ശബ്ദം എത്തുന്ന ഇടങ്ങളിലൊക്കെ, ആ റൂമിനകത്തൊക്കെ ദൈവത്തിന്റെ ശക്തി ഈ സെക്കൻഡിൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ബലഹീനമായ ശരീരം എങ്കിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ കർത്താവ് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സമയം ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവരുടെ അവസ്ഥകളെ നന്നായിട്ട് അറിയുന്ന ദൈവമേ, അവരുടെ കുടുംബത്തിനകത്ത് വേണ്ടുന്ന സ്വസ്ഥത, സമാധാനം, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായി പോയ സ്വസ്ഥതയും സമാധാനവും, നഷ്ടമായ ചിരിയും സന്തോഷവും, കർത്താവ്, നീതിമാന്റെ കൂടാരത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട് എന്നുള്ള വചനപ്രകാരം കർത്താവ്, ഈ ആയിരിക്കുന്ന ജനത്തിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന അവരുടെ കൂടാരങ്ങൾക്കകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും
ഘോഷം അങ്ങ് കേൾപ്പിക്കുമാറാക്കണം. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് കർത്താവ് അവർക്ക് പകരം നൽകണം. നഷ്ടമായതൊക്കെയും ദൈവം അവർക്ക് പകരം നൽകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ബലമില്ല എങ്കിലും ബലവാനായ ദൈവത്തിന്റെ കരുത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ വെക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമേ, ഈ ദിവസങ്ങളിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയുടെ നടുവിലും നിൽക്കുന്ന നിന്റെ ജനത്തിന്റെ കണ്ണുനീര് കണ്ട് കർത്താവെ, അസ്ഥി കൂമ്പാരത്തിനകത്തും ഒരു ജീവൻ വ്യാപരിക്കുവാൻ ദൈവം ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ ദൈവ കരുത്തിൽ തരുന്നു. കർത്താവ്, 24/7 ഇവര് നടത്തുന്ന മീറ്റിംഗ് കർത്താവ് ജനത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ കർത്താവ് അധ്വാനിക്കുന്ന ദൈവ മക്കളുണ്ടല്ലോ, അവരൊക്കെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ കരങ്ങൾ ക്ഷീണിച്ചു പോകാതെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടായി, അവർക്ക് വേണ്ടുന്ന ബലമായി ദൈവം അവരോട് കൂടെ ഇരിക്കണം. ഈ വർഷം അത്ഭുതങ്ങളെ കാണുന്ന ഒരു വർഷമാകട്ടെ, ദൈവത്തിന്റെ ഇടപെടൽ കാണുന്ന ഒരു വർഷമായി തീരട്ടെ. മാനുഷികമായി നടക്കാത്ത കാര്യങ്ങൾക്കകത്തൊക്കെ ദൈവത്തിന്റെ വചനം ചെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അപ്രകാരം തന്നെ ദൈവം ചിലതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് അപ്രകാരം തന്നെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കുമല്ലോ, അതിന് നന്ദി അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ കർത്താവ് ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന ഓരോ ജനത്തെയും ഓരോ വ്യക്തികളെയും ദൈവ കരുത്തിൽ തരുന്നു. ക്രിസ്തുവിന്റെ പ്രൊട്ടക്ഷനിൽ, ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിൽ ദൈവം അവരെ കാക്കും. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു കൂട്ടമായി തീരുവാൻ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിന്റെ പകർച്ചയെ തിരിച്ചറിഞ്ഞ് ശുശ്രൂഷകളിൽ മുന്നേറുവാൻ ദൈവം ഓരോരുത്തരെയും ഇടയാക്കുമല്ലോ. നന്ദി അർപ്പിക്കുന്ന എല്ലാവരെയും ദൈവ കരുത്തിൽ തരുന്നു. സകലതും ജീവനുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച് എന്നെ ഈ മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്തതിനും നിങ്ങളുടെ ഒക്കെ ചിലരുടെ ഒക്കെ മുഖമൊക്കെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. എന്നെ ഈ മീറ്റിങ്ങിന് വിളിച്ച സിസ്റ്ററിനോടും സ്പെഷ്യലി താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.